നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവക്ക് എന്നും കുറേ പച്ചച്ചക്കയും പഴുത്ത ചക്കയും മാത്രമേ കാണിക്കാനുള്ളൂ. വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതല്ലേ, കളയാൻ പറ്റുമോ? ചക്ക സീസൺ കഴിയുന്നത് വരെ മാത്രമേ ഉള്ളൂ ഈ ഒരു ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോയിലൊന്നും ചക്ക കാണില്ല. അപ്പോൾ രാവിലെ തന്നെ ഒരു വരിക്ക ചക്കപ്പഴം അമ്മ അടത്തിട്ട് അതിനെ വെട്ടി അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്ത് ഇന്നലത്തെ കുറച്ച് പച്ചച്ചക്കയിൽ ബാക്കി ഇരുന്നതിനെടുത്ത് എരിചേരി വെക്കാനായിട്ടും എടുത്തു വെച്ചു. അപ്പം മീനിനെ ഒന്ന് നോക്കി നോക്കി നിന്നിട്ട് ഒരു വണ്ടി പോലും ഇതുവഴി പോയില്ല. അവസാനം മീനില്ലാത്തപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മുട്ടയെ പിടിച്ചു. മുട്ട ഇന്ന് പൊരിച്ചൊന്നുമില്ല, മുട്ടേനെ വറുത്തരച്ച് ഒരു മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ അമ്മ അപ്പുറത്തിരുന്നുകൊണ്ട് പച്ച പപ്പായ അരിയുന്നുണ്ട് തോരന് വേണ്ടിയിട്ട്. എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത മേഖലയാണത്. അപ്പോൾ ഈ സൈഡിൽ അമ്മ തോരൻ വയ്ക്കുന്നുണ്ട്, ഇപ്പത്തെ ഞാൻ സവാള വഴറ്റുന്നുണ്ട് നമ്മുടെ മുട്ടക്കറി വെക്കാനായിട്ട്. അങ്ങനെ മുട്ടക്കറിയും റെഡിയായി, നമ്മുടെ പപ്പായ തോരനും റെഡിയായി. രാവിലെ കട്ട് ചെയ്തപ്പോൾ 1-2 പീസുകളെ തിന്നുള്ളൂ. അപ്പോൾ പണിയെല്ലാം തീർന്നൊരു 11 മണി കഴിഞ്ഞപ്പോൾ വിശാലമായിട്ട് അങ്ങോട്ട് ചക്കപ്പഴം തിന്നാനായിട്ടിരുന്നു. അങ്ങനെ ചക്കപ്പഴമെല്ലാം നിന്ന് വയറൊക്കെ നിറഞ്ഞു. എന്നാലും 1 മണിയാകുമ്പോൾ നമുക്ക് കറക്റ്റ് ചോറുണ്ണണം. അപ്പം ചക്ക എരിശ്ശേരിയും മുട്ടക്കറിയും പപ്പായ തോരനും ചോറും ഉപ്പിലിട്ട 2-3 പീസ് മാങ്ങയും കൂടെ ചേർത്ത് ഉച്ചയ്ക്കത്തെ ചോറ് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റാ.